പ്രിയമുള്ളവരെ, അതിജീവനം അമ്മയോടൊപ്പം. സർമൺ ഓൺ സർവൈവൽ നമ്മളേതാണ്ട് 18 എപ്പിസോഡുകളായിട്ടുണ്ട്. നമ്മളൊരു ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് വരികയായിരുന്നു. അതായത് ഒരു 1000 ജപമാല ഒരുമിച്ച് 10 ദിവസത്തിനുള്ളിൽ ചൊല്ലിയതിൻ്റെ ഇഫക്റ്റുകൾ. ഇസ്രായേൽ തീർത്ഥാടനത്തിന് പോയപ്പോൾ ഒരു ദിവസം 100 ജപമാല വെച്ച് വെളുപ്പിനെ എഴുന്നേൽക്കണമെന്നവരെ എല്ലാ യാത്രകളിലും ഞാൻ ഓരോ ദിവസമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ മുഷിപ്പിക്കുകയല്ല. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്ന് ലൈവ് കേൾക്കുന്നവരുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. പിന്നെ ഞാൻ ഒരു ദിവസം 100 ജപമാല വെച്ച് 10 ദിവസം 1000 ജപമാല ചൊല്ലി 10ാമത്തെ ദിവസമാണ് പരിശുദ്ധ അമ്മ നാവിലെ അമ്മ പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ വന്ന് എൻ്റെ നാവിൽ 4 പേരിൽ അമ്മയുടെ 4 പേരിലിടുക. ഇത് ഞാൻ 2ാം ദിവസം പറഞ്ഞായിരുന്നു. ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആ ദിവസങ്ങളിലാണ് എനിക്ക് വഴി നഷ്ടപ്പെട്ടത്, വണ്ടി നഷ്ടപ്പെട്ട്. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ വീണ്ടും പറയാമെന്നറിയാവോ? നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് വഴിയും. ചിലപ്പോൾ ആ വഴിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടപ്പെടാം. ഒരു വഴി തന്നെ നമുക്ക് നഷ്ടപ്പെടാം. ആ വഴികളിലൂടെ വേറെ ആൾക്കാർ നമ്മളെ നടത്താതെ അവരതിക്രമിച്ച് കയറി ആധിപത്യം സ്ഥാപിക്കുക. എന്നാളൊരു മനുഷ്യൻ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൂടി ഞാനൊരു കുറച്ച് എൻ്റെ തെങ്ങിൽ നിന്ന് കുറേ കരിക്കിട്ട് ഞാൻ എൻ്റെ റോഡെ കൊണ്ടേ വെച്ച് കർത്താവ് എനിക്ക് അരി വാങ്ങിക്കാനുള്ള വക തന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ജീവിതമാർഗം കിട്ടിയച്ചാന്ന് പറഞ്ഞു. അപ്പം ജീവിതമാർഗം എന്നാണ് പറയണതേ, വഴി. അതാണ് വഴിയെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പം എന്നാ ഉണ്ടായി? ഇപ്പോഴുണ്ടാച്ച എൻ്റെ അയൽവാസിയും അയാൾ തെങ്ങിയൊക്കെ കരിക്കിട്ട് അയാളും കൊണ്ട് റോഡ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ അവിടുന്ന് തന്നെയാണ് വണ്ടി വരുന്നത്. അപ്പോൾ അവിടുന്ന് അയാളേക്കൊന്ന് വാങ്ങിച്ചപ്പോൾ എൻ്റെ അടുത്ത് മേടിക്കത്തില്ല. ഇപ്പം ഞാൻ വഴി മുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വഴി ചില സമയം നമുക്ക് നഷ്ടപ്പെടാം. അയാളിപ്പോൾ രക്ഷപ്പെട്ട് 50 മെച്ചമായി. അതല്ല, വഴി മുട്ടി എന്ന് പറയുമ്പോൾ നടന്നു പോണ വഴി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിത വരുമാന മാർഗങ്ങൾ നമ്മൾ നിലനിർത്തണ സപ്പോർട്ടീവായിട്ടുള്ള വ്യക്തികൾ ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പോഴെന്താണ് അച്ഛൻ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തു തരണത്? ജപമാല തന്നെയാണ്. കാര്യം എനിക്ക് വഴി മിസ്സായപ്പോൾ പല കാലങ്ങളിലൂടെ ഈ പങ്ക്തിയിൽ നിങ്ങളെ കണ്ടതാണ്. എന്തെല്ലാം തരത്തിലെ ആള്, അർത്ഥം, ഇങ്ങനെ എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഇതെല്ലാം ജപമാലയുടെ ഉള്ളിലുണ്ട്. അതാണ് എൻ്റെ രസം എന്ന് പറയണത്. ഒരു ജപമാല മണി കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്താ ഇതിലെന്തല്ല? ഒരു ഗോതമ്പ് മണിയിൽ ഒരു ഞാറ് മുഴുവൻ നടന്നിട്ട് 300 ഗോതമ്പ് മണികളുണ്ടാവും. ഒരു ഗോതമ്പ് മണിയിൽ ഇപ്പം നമ്മൾ 300 മേനി എന്നൊക്കെ പറയുന്നത് 30 മേനി അല്ലെങ്കിൽ 60 മേനി, മാക്സിമം 100 മേനി. അത് ഈശോൻ്റെ കാലത്ത് അങ്ങനെ ഇരുന്ന്. ഇപ്പം 300-350 മേനിയായി. കാര്യം ഒരു നെല്ലിടുകയാണെങ്കിൽ പുതിയ ഇപ്പോഴത്തുള്ള ഹൈബ്രിഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 360 നെല്ലാണ് നമുക്ക് കിട്ടണത്. അപ്പം 360 മേനിയായി. ശരിക്കും കർത്താവ് ഇന്നുണ്ടായിരുന്നെങ്കിൽ വചനത്തിന് 360 മേനി എന്ന് പറഞ്ഞേനെ. കാര്യം കർത്താവിൻ്റെ കാലത്ത് അത്ര ഇല്ലായിരുന്നു. 100 മേനി സാധാരണ വളവിൽ കിട്ടണുണ്ട്. അപ്പം ഞാൻ പറയണത് ഒരു നെല്ലിൽ അല്ലെങ്കിൽ ഒരു ഗോതമ്പിൽ ഈ 365 ഗോതമ്പ് ഇരിക്കണത് പോലെ തന്നെയാണ് ഒരു കൊന്തമണിയിൽ നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ഇരിപ്പുണ്ട്. നിൻ്റെ ജോലി,
നിൻ്റെ ശാരീരികമായ സൗഖ്യം, നിൻ്റെ വീടിൻ്റെ സമാധാനം, എവരിത്തിങ് എല്ലാം ഈ ബീഡ്സിലുണ്ട്. എല്ലാം ഈ കൊന്തമണികളിലുണ്ട്. ഇതിൻ്റെ ഒരു വിഷയം നീ തെറ്റിച്ച് വിടുന്ന രീതിയില്ലേ. ഇത് നമ്മൾ ഈ കൊന്ത എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? കോന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കൗണ്ട്, പൊർട്ടുഗീസ് വാക്കാണത്, ടു കൗണ്ട്. അപ്പം നീ എണ്ണി വിടുന്ന രീതിയില്ലേ, അവിടെയാണ് പ്രശ്നം. കൊന്തമണിയിൽ നിൻ്റെ ജോലിയുണ്ട്, ഇല്ലാത്ത നിൻ്റെ കടങ്ങൾക്ക് പരിഹാരമുണ്ട്, നിൻ്റെ വീടുണ്ട്, എവരിത്തിങ്. ഇതെല്ലാം ഈ ഒരൊറ്റ മണികളിൽ ദൈവം ഉൾച്ചേർത്തിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയാണ് ഒരു കൊന്തമണി ഓപ്പൺ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ചൊല്ലുക, തെറ്റിച്ചു വിടുക. ജസ്റ്റ് ഓപ്പൺ എ ബീഡ്. ആ ബീഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ട ഒരു വിഷയമുണ്ട്. അതായത് എല്ലാ രീതികളിലും നമുക്ക് കൊന്തമണി തുറക്കണമെങ്കിൽ അതിൽ ദൈവം അടക്കി വച്ചിരിക്കണ നിൻ്റെ രോഗസൗഖ്യം, അതിൽ ഒരു കൊന്തമണിയുടെ അകത്ത് ദൈവം പൂട്ടി വച്ചിരിക്കണ നിൻ്റെ വീട്, നിൻ്റെ കുടുംബത്തിൻ്റെ സമാധാനം, ഇത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1:45 വർക്കൗട്ട് ചെയ്യണം. കാര്യം മരിയൻ ഫോർമുല, മരിയൻ കീ വെച്ച് മാത്രമാണ് കൊന്തമണി ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ കൊന്തമണി ഒരു മരിയൻ പേടകമാണ്. ഇതെല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ മരിയൻ കീ ഉണ്ട്. മരിയൻ കീ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൂക്ക 1:45. എന്താണത്? കർത്താവ് നിന്നോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ. അതാണ് സംഭവം. നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? വി ആർ ബിലീവിങ് ദ പ്രോമിസ് ഓഫ് അവർ ലോർഡ്. കർത്താവ് നിന്നോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ നമ്മളെന്താ ഒരു വിശ്വാസിയുടെ ആസ്തി എന്താണ്? കർത്താവിൻ്റെ പ്രോമിസാണ്. എല്ലാത്തിനെക്കുറിച്ചും കർത്താവ് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊന്തമണിയുടെ അകത്ത് വെച്ച് പൂട്ടിവെച്ചിരിക്കുകയും. ഇനി നമ്മുടെ ഒരു താക്കോലുണ്ട്. എന്താണത്? കർത്താവ് നിന്നോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. അപ്പം കൊന്ത ചെല്ലണ ഒരു ഭാഗ്യവാന്മാരായി മാറും. അതാണ് എലിസബത്ത് പറയണത്. എലിസബത്ത് എന്താ പറയണത്? മേരി യു ബ്ലെസ്ഡ്, നീ ഭാഗ്യവതിയാണ്. എന്താണ് റീസൺ? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ. ദൈവത്തിന് എന്തൊരു സങ്കടമാണെന്നറിയാവോ? ദൈവം പറഞ്ഞ വാക്കിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് ദൈവത്തിന്. നീ ചിരിച്ചു, ഞാൻ ചിരിച്ചില്ല, നീ ചിരിച്ചു, ഞാൻ കേട്ടു. ആ സങ്കടത്തോടെയാണ് എബ്രാഹത്തിൻ്റെ വീട്ടിൽ ഇരുന്ന് ദൈവം പറയണത്. അപ്പുറത്ത് അവൾ ചിരിക്കുകയെ, പൊട്ടിപ്പെണ്ണ്. അവൾ ആ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കി. അടുത്ത അത് എന്ത് ഊഷ്മളതയോടുകൂടിയാണ് എബ്രാഹത്തിനോട് പ്രണയത്തോടെയാണ് സംസാരിക്കുന്നത്. അടുത്ത കൊല്ലം ഞങ്ങൾ ഇതിലേ പോകും, അപ്പോൾ നിനക്കൊരു കുട്ടി ഉണ്ടായിരിക്കും. ഭയങ്കരമായ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ് അങ്ങ് കൊടുക്കുന്ന സമ്മാനം, തൻ്റെ സ്നേഹിതന് കൊടുക്കുന്ന സമ്മാനം പോലെയാണത് പറയുന്നത്. അപ്പോഴാണ് അവളെ എന്നിട്ട് ചിരിക്കണേ. അപ്പോൾ അവൾ ആണിട്ട് പറയും, അവൾക്ക് മനസ്സിലായി അവിടെ ചിരി ചിരി പുറത്ത് വീണത് മനസ്സിലായപ്പോൾ അത് നോട്ട് ചെയ്തില്ലേ. അപ്പോഴവളെങ്കിൽ പട്ടാങ്ങ് പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല, പക്ഷേ വൺസ് നമ്മൾ ചിരിച്ചു പോയാൽ ഇറ്റ്സ് ഓക്കെ എന്ന് ദൈവം പറയത്തില്ല. ഇറ്റ്സ് ഓക്കെ എന്ന് പറയാം. എന്നുവെച്ചാൽ ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യത്തില്ല. എനിക്ക് അവിശ്വാസി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രശ്നം പണ്ട് മുതലേ ഇല്ല. നിങ്ങൾ അങ്ങനെ ആരും ധരിക്കരുത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ് ചിരിച്ചതെന്നൊന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. ദൈവം ഉടനെ പറഞ്ഞു, നീ ചിരിച്ചു. നീ ചിരിച്ചു എന്ന് പറഞ്ഞാൽ നീ അവിശ്വസിച്ചു എന്ന അർത്ഥം. അല്ലാതെ നമ്മൾ ഈ നാടകത്തിൽ പറഞ്ഞ പോലൊന്നും അല്ലത്. അത് കരുതിക്കൂട്ടി പറഞ്ഞ സാധനമാണ്. നീ ചിരിച്ചു, ദാറ്റ് മീൻസ് നീ എന്നെ അവിശ്വസിച്ചു. ആരെ? നിൻ്റെ
ഭർത്താവിനല്ല, ദൈവമായ കർത്താവിനെ അവിശ്വസിച്ചു. എന്ത് ഹൃദയം തേങ്ങിയായിരിക്കും! ഇത്രയും വലിയൊരു സമ്മാനം ആ കുടുംബത്തിൽ കൊടുത്തിട്ട് ആ കുടുംബത്തിൻ്റെ പകുതി ആൾക്കാർ, സാറാ പകുതിയല്ലേ, ദൈവത്തിൽ വിശ്വസിക്കണില്ലെന്ന് പറയുമ്പോൾ, ഇതുപോലെ നിൻ്റെ കുടുംബത്തിന് വരാൻ പോണത്. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിൽ 5 പേരുണ്ട്, ഒരാൾക്കൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ രോഗം സുഖപ്പെട്ട്, ഉടനെ 3 പേര് പറയും, കർത്താവിന് നന്ദി, കർത്താവ് ഈ രോഗം മാറാതിരുന്നെങ്കിൽ എന്ത് ചെയ്തേനാ, ഈ രോഗം വന്ന് എത്ര പേരാ മരിച്ചത്, നമ്മൾ മാത്രം രക്ഷപ്പെട്ടില്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്ത് അനുഗ്രഹമാണ്. അപ്പോൾ ഉടനെ കൂടെ നിന്ന് 2 പറയണം, അവനെ ശരീരത്തിന് പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ അതൊക്കെ രക്ഷപ്പെടും, ആരോഗ്യമുള്ളൊരു കുഴപ്പമുണ്ട്, അതിലൊന്ന് പത്രത്തിലുണ്ടായിരുന്നു പറയും. അപ്പോൾ ദൈവത്തിന് എന്നാ സങ്കടമായിരിക്കും അത് കേൾക്കുമ്പോൾ. ദൈവമാണ് ആ സൗഖ്യം കൊടുത്തത്, പക്ഷെ അവൻ്റെ ആരോഗ്യം കൊണ്ടാടുന്ന 3 പേര് വീട്ടിൽ ഇരുന്ന് പറയുകയാണ്. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അത് കാര്യം നമ്മൾക്ക് മുടക്കൊന്നുമില്ല. കാര്യം ഈ കണ്ണിൻ്റെ നാളെ ഒരു മനുഷ്യനിവിടെ വന്ന്, അപ്പം അയാളുടെ വായിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടാൽ ചിരി വരും, പക്ഷെ കേട്ടാൽ കരച്ചിൽ വരും. അതാണ് അയാളുടെ വിഷയം. കാര്യം പുള്ളി ഇങ്ങനെ കോട്ടുമായി ഇട്ടപ്പോഴേ ഇനി ലോക്ക് ഇടറിപ്പോയി, വാ അടക്കാൻ പറ്റണില്ല. വാ അടക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്താ പ്രശ്നം, കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച്, ഇപ്പം ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി ചെയ്യിച്ച് എണ്ണയൊക്കെ കൊടുത്ത് വിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി, പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷേ കർത്താവ് അയാളെ സുഖപ്പെടുത്തി. അപ്പം നമുക്ക് ഒരാൾ നമ്മുടെ വീട്ടിൽ സുഖപ്പെടുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ദൈവത്തിന് നന്ദി പറയണം. അത് വിശ്വസിക്കണില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ദൈവത്തിൻ്റെ ഒരു വചനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു വചനം വന്നാലും ഒരു അനുഭവം ഉണ്ടായാലും ഉടനെ 2ആയിട്ട് തിരിയും. വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും തമ്മിൽ തിരിയും. അപ്പം ഇതേ കാര്യം തന്നെയാണ് 6 മാസം മുമ്പ് സക്രിയായോട് പറഞ്ഞത് ദൈവം. നിൻ്റെ ഭാര്യ ഗർഭം ധരിക്കും, കുഞ്ഞിനെ പ്രസവിക്കും. അപ്പോൾ സക്രിയ അത് തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് ഇത്രയും പ്രായമായില്ലേ, എൻ്റെ ഭാര്യ പതിവ് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ വിശ്വസിച്ചില്ല, ഈ സാറയെപ്പോലെ. ബൈബിളിൻ്റെ ഏറ്റവും രസം അറിയാം, ബൈബിളിൻ്റെ സത്യവചനത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ പിശാചിൻ്റെ വചനത്തിനും പ്രാധാന്യം കൊടുത്താണ് എഴുതുന്നത്. ഞാനെപ്പോഴും വിളിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് എഴുതേണ്ട കാര്യമില്ലേ. ഇപ്പോൾ ഒരാൾ വിശ്വസിച്ച് മറ്റാൾ വിശ്വസിച്ചില്ലെന്ന് പറയുമ്പോൾ വിശ്വസിച്ചാണ് എൻ്റെ വില പോകത്തില്ലേ. പക്ഷെ ബൈബിൾ സത്യവേദ പുസ്തകമായതുകൊണ്ട് 2 എഴുതി വെക്കും, അവൻ വിശ്വസിച്ചില്ലെന്ന് പറയാം. അത് ഭയങ്കര നമുക്ക് ശരിക്കും അത് ദൈവത്തിൻ്റെ കൂടെ വായിക്കണമെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ദൈവം 2 പറയും, അവൻ വിശ്വസിച്ച് ഇവൻ വിശ്വസിച്ചില്ലെന്ന് പറയും. അപ്പം അത് അവൻ വിശ്വസിച്ചില്ല എന്നുള്ളത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, പറയാണ്ടിരിക്കാം, പക്ഷെ സത്യമായതുകൊണ്ട് പറയും. വേറെ വല്ല പുസ്തകമാണെങ്കിൽ ന്യൂട്രലായിട്ട് അത് കട്ട് ചെയ്ത് കളയണം. അവർ വിശ്വസിച്ചില്ല എന്നുള്ളത് കട്ട് ചെയ്ത് കളയും. പക്ഷെ ദൈവം പറയും, വിശ്വസിക്കാത്തവർ വിശ്വസിച്ചില്ല എന്ന് തന്നെ പറയും. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് നിനക്കറിയാവോ? ഒരു കൊന്തമണിയുടെ അകത്ത് എന്തൊക്കെ ഉണ്ട്? നിൻ്റെ നിത്യജീവൻ വരെ ഉണ്ട്. വീട്, വിവാഹം, ജോലി, എല്ലാം ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണത് എങ്ങനെയാണ്? മരിയൻ കീ വെച്ചാണ് ഓപ്പൺ ചെയ്യണത്. എന്താ മരിയൻ കീ? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. ഏറ്റവും വലിയ വിശ്വാസം എന്താ? ഇപ്പം ഞാൻ വിശ്വാസിയാണ് എന്നുവെച്ചാൽ ഞാൻ ക്രിസ്തീയ വിശ്വാസിയാണ്. എന്താണ് വിശ്വാസം? കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിക്കണം. അതാണ് വിശ്വാസം. അല്ലാതെ ഒരു ചരിത്രത്തിൽ അല്ല വിശ്വസിക്കണം. നമ്മൾ കർത്താവിൻ്റെ വചനം നിറവേറുമെന്ന് വിശ്വസിക്കണം. അമ്മ
ഇത്രയും വലിയ സ്വർഗാരോപിതയായി ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണം എലിസബത്താണ് ആദ്യം പറയണത്. നീ ബ്ലെസ്സഡാണ്, അതുകൊണ്ടാണ് നീ ബ്ലെസ്സഡാണ്. കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. അതാണ് നമ്മൾ കാണുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ. ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നതാണ് ഭാഗ്യം. അല്ല ലോട്ടറിക്ക് അടിച്ചതാ, അല്ലെങ്കിൽ താൽക്കാലികമുള്ള ഒരു വിജയമല്ല. നിത്യത മറിയത്തിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെടുന്നതാണ് ഭാഗ്യം. ഈ ഭാഗ്യം നിത്യഭാഗ്യം എന്ന് പറയും, നിത്യസൗഭാഗ്യം. ഈ നിത്യസൗഭാഗ്യം മറിയത്തിന് എങ്ങനെ വന്നതാണ്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചു. ഈ വിശ്വസിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, യേശു കർത്താവാണെന്ന് നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അപ്പം വിശ്വസിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൃദയത്തിലാണ് വിശ്വസിക്കുന്നത്, ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കുന്നത്. നമ്മുടേത് റാഷണൽ ഫെയ്ത്ത് അല്ല നമുക്കുള്ളത്. ഇൻ്റലക്ച്വലായിട്ട് അസിമുലേറ്റ് ചെയ്ത് അതുപോലെ തന്നെ അനലൈസ് ചെയ്തിട്ട് അതിനെ അപ്രിഹെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സ് അല്ല നമ്മുടെ ഫെയ്ത്തിലുള്ളത്. അങ്ങനെ ആക്കി തീർക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ ജിംനേഷ്യം കാണിക്കുന്നവർ സഭയുടെ അകത്ത് തന്നെയുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും പറയണില്ല. നമ്മുടെ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ടാണ്, സ്നേഹിച്ച് വിശ്വസിക്കുക. സെൻറ്റ് പോൾ ഇതിൻ്റെ ഉസ്താദാണ്. സെൻറ്റ് പോൾ പറയും സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. സെൻറ്റ് പോൾ എന്ത് മനോഹരമായിട്ടാണ് 1 കൊരിന്ത്യർ 11:13 സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പോഴേ അമ്മ ഇപ്പം ലൂക്ക 1:45 അമ്മ കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചെന്ന് പറയണില്ലേ, വചനം വിശ്വസിച്ചെന്ന് പറയണില്ലേ. അമ്മ എങ്ങനെ വിശ്വസിച്ചു? അമ്മ സ്നേഹം കൂടി വന്നപ്പോൾ സ്നേഹത്തിലാണ് അമ്മ വിശ്വസിക്കണത്. ഇനി എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഈ സ്നേഹത്തിൽ വിശ്വസിക്കണ കാര്യം ഇപ്പം നടന്നാലും പിന്നെ നടന്നാലും നടന്നില്ലേലും ഈ സ്നേഹമെന്നുള്ള സംഭവം ഇതിന് കോട്ടം വരത്തില്ല. കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഈ 13:7 തന്നെ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുന്നു. അപ്പോൾ വിശ്വസിക്കണ കാര്യം നടന്നില്ലെങ്കിലും വിശ്വസിക്ക പ്രശ്നമില്ല. എന്താ കാര്യം? അവനുള്ളത് സ്നേഹമാണ് ഉള്ളത് ദൈവത്തോട്. ദൈവത്തിൻ്റെ സ്നേഹം ദൈവം നമുക്ക് തരുന്ന വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇരിക്കണത്. ദൈവത്തിനോട് നമുക്കുള്ള സ്നേഹം ദൈവം നമുക്ക് തരുന്ന വിഷയത്തിൽ, ജോലി തന്നു, വീട് തന്നു, വിവാഹം തന്നു, അങ്ങനെ തരുന്ന വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിന് കിട്ടണ അനുസരിച്ചാണ് സ്നേഹമെങ്കിൽ ദൈവവും പശുവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. എന്താ കാര്യം വെച്ചാൽ പശു നമ്മൾ സ്നേഹിക്കുന്നു. എന്താ? പശു പാല് തരുന്നു. പശു നമ്മൾ സ്നേഹിക്കുന്നു. എന്താ കാര്യം? ചാണകം തരുന്നു. പശു നമ്മൾ സ്നേഹിക്കുന്നു. ചാണകം തക്കാളിക്കിടാം, അടിപൊളി. അപ്പോൾ ഇതിങ്ങനെ പശുവിൻ്റെയൊക്കെ അതിങ്ങനെ കറന്ന് എടുക്കാം, ഓരോരോ വകുപ്പ് കിട്ടാം എന്നുകൊണ്ട് പശുവിനെ സ്നേഹിക്കുന്ന സ്നേഹം പോലെയാകും ദൈവത്തിൽ നിന്ന് തരുന്നത് കൊണ്ട് മാത്രം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ. പല ക്രിസ്ത്യാനിക്കും മനസ്സിക്കണത് ഇനിയിപ്പോൾ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പല ഈ കൊറോണയായിട്ട് കുറേ ആൾക്കാർ ദൈവത്തിന് വെട്ടാൻ കൊടുത്തിരിക്കുക. എന്താ കാര്യം? പലർക്കും പല കാര്യങ്ങളും നടക്കണില്ല. കാര്യം ഈ സമൂഹം ഫ്ലോയിലായാലേ പറ്റത്തുള്ളല്ലോ. സമൂഹം ഒരു ഫ്ലോ ആകണ്ടേ? സമൂഹം ഒരു പഴയ യഥാസ്ഥാനത്ത് വന്നാൽ മാത്രമേ
ഇപ്പോൾ പലയിടത്തും ആൾക്കാർ ആവശ്യമില്ല. എന്താ കാര്യം? കോവിഡ് ആയത് കാരണം പലർക്കും പല സ്ഥലമൊക്കെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുകയാണ്. പലയിടത്തും ആൾക്കാരെ ഓഫീസിൽ ആവശ്യമില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലരുടെ ജോലി പോയിട്ടുണ്ട്. ജോലി പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, 2 കറിയുടെ ഐറ്റംസ് ഒന്ന് കുറച്ചാൽ മതി, ചമ്മന്തി ആവും. ചമ്മന്തി ചിലപ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ കഞ്ഞി കോരി കുടിക്കും. ഞാനൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയണതാണ്. ഈ അഭ്യാസങ്ങളെല്ലാം ജീവിതത്തിൻ്റെ കണ്ട ആളാണ് ഞാൻ. ഇപ്പോൾ ചില സമയത്ത് വീട്ടിലെനിക്ക് പുതക്കാൻ തുണി ഉണ്ടാകത്തില്ല. കാര്യം 4 പേര് കിടക്കുന്ന പാട്ടിൽ എവിടെയാണ് നമുക്ക് പുതക്കാൻ കിട്ടണത്? അപ്പോൾ പനിയുള്ളവർക്ക് കൊടുക്കും. അപ്പോൾ നമ്മളിങ്ങനെ പുതച്ച് തുള്ളിയോടെ കിടക്കും. എനിക്ക് ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം നമ്മളെപ്പോഴും ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ ദൈവത്തിനെ പഠിച്ചത്. അല്ലാതെ ആരും എന്നെ കൊണ്ടുവന്ന് തീറ്റിപ്പോറ്റിയതല്ല. ശരിക്കും ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ദൈവത്തിനെ ആശ്രയിച്ചു. പക്ഷെ ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് കർത്താവ് തന്നെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് ക്രമീകരിച്ചതെന്ന് തോന്നും. അപ്പം അതുകൊണ്ട് ഇപ്പോഴും ജോലിയില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വരുമാനം കുറവാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് നല്ലതാണ്. ഇപ്പോൾ എനിക്ക് ഈ കാലം ഭയങ്കരമായിട്ട് നന്ദി പറയുന്നുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ, സ്പോർട്സ് കാണാൻ മകന് ഒരു TV അവൻ്റെ മുറിയിൽ, ഡാൻസ് കാണാൻ, അതുപോലെ തന്നെ കോമഡി കേൾക്കാൻ മകൾക്കൊരു മറ്റ് പഠിക്കാൻ വേണ്ടി മകൾക്കൊരു TV അവളുടെ മുറിയിൽ, ഇനി സീരിയൽ കാണാൻ വേണ്ടി വലിയമ്മയ്ക്കും അമ്മായിയമ്മക്കൊരു മുറി TV, അമ്മായിയമ്മയുടെ മുറി. അങ്ങനെ കളിച്ചു വരികയായിരുന്നു നമ്മളെ. കൊറോണ എല്ലാം നേരെയാക്കിയിട്ടുണ്ട് പരിപാടി, എല്ലാ സംഭവവും. കാര്യം കണ്ണ് പുറത്ത് അലർച്ച നടന്ന ഒരാളെ കൊന്നാൽ പോലും മൊബൈലിൽ നിന്ന് കണ്ണെടുക്കാത്ത ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ മോശം വെച്ചാൽ ദൈവത്തിനെയും മനുഷ്യനെയും മാനിക്കാത്ത ഒരു കാലമായിരുന്നു ഉണ്ടായിരുന്നത്. ദൈവത്തെ ഭയപ്പെടാത്ത, മനുഷ്യനെയും മാനിക്കാത്ത ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? ദിവസവും ഒരു സാധുത വന്ന് അവനോട് യജമാനക്ക് നീതി നടത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്താൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യനെ മാനിക്കാത്ത, ദൈവത്തെ ഭയപ്പെടാത്ത കാര്യസ്ഥരായിട്ട് ജീവിച്ചിരുന്നൊരു കാലമാണ്. കൊറോണ വന്ന് ദൈവത്തെ പോലെ എല്ലാം നേരെയാക്കി. പക്ഷേ എൻ്റെ പ്രശ്നം അതല്ല. ഇനി ഈ കാലം കഴിയുമ്പോൾ വീണ്ടും മലയാളിയുടെ സ്വഭാവം എന്ന് പറയുന്നത് രസകരമാണ്. മലയാളി പഴയ രീതിയിൽ തന്നെയൊക്കെ പോകും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാലം പഠിപ്പിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് അന്തസ്സോടുകൂടി പരിശുദ്ധ അമ്മയുടെ അതേ അരൂപിയിൽ, ഇപ്പോൾ ഞാൻ ആ പള്ളിയിൽ പോയ കാര്യം പറഞ്ഞില്ലേ, ഇന്നതുകൊണ്ട് ഇന്ന് മൊത്തതുകൊണ്ട് അത് അവസാനിപ്പിക്കാം. ഇപ്പം ഞാനവിടെ ചെയ്ത പള്ളി പണിതിട്ടില്ല, എന്നെ കൊണ്ടുവന്നാണ്, അമ്മ കൊണ്ടുവന്നാണെന്ന് ആ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞു. പള്ളി പണിതിട്ടില്ല, ജനങ്ങൾ 5 പൈസ തരത്തില്ലെന്ന് മുഖത്ത് നോക്കി സംസാരിക്കുകയും ചെയ്തപ്പോൾ അത് പിന്നെ എനിക്ക് മനസ്സിലായത് ജനങ്ങളല്ല, കർത്താവ് തന്നെയാണ് അവരെ കൊണ്ട് നമ്മുടെ മുഖത്ത് നോക്കി സംസാരിപ്പിക്കുന്നത്. 5 പൈസ ഇവന്മാരുടെ അടുത്ത് നിന്ന് കിട്ടത്തില്ല, ആശ്രയിക്കേണ്ട കാര്യമില്ല, ആശ്രയിച്ചതിൻ്റെ വില കളയരുത്. അപ്പോൾ ഞാൻ എന്നാ ചെയ്തെന്നറിയാമോ? ഞാൻ ഈ പള്ളികളിലൊക്കെ ചെന്ന് ചാർജ് എടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. അമ്മ എവിടെ ഇരിക്കണം നോക്കും, വേറെ ആരും എനിക്ക് പ്രശ്നം. ദിവ്യകുർബാനയിൽ ഞങ്ങൾ താക്കോല് കൈ എടുത്ത് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നോക്കണത് എൻ്റെ അമ്മ എവിടെ ഇരിക്കണം നോക്കും. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല. ചാപ്പറയുടെ പുതിയ പള്ളി, പഴയ പള്ളിയിൽ നിന്ന് കൊണ്ടെല്ലാം കൂടെ. അപ്പം ഞാൻ ചോദിച്ചു, മാതാവിൻ്റെ രൂപ എന്ത്? മാതാവിൻ്റെ രൂപ ഉണ്ടച്ചാന്ന് പറയും. അപ്പോൾ ആ ചാപ്പര മൂലക്ക് ഒരു തൊട്ടിയില ഏതാണ്ട് സാധനത്ത് വെച്ചിരിക്കുകയും ഞാൻ ചെന്ന് ഞാൻ അമ്മയുടെ അവസ്ഥ ഇതായല്ലേ ഇവിടെ. അതായത് ഒരു മാതാവിന് തലയിൽ കഷണ്ടിക്ക് ഇവിടെ തലേന്ന് അങ്ങനെ ഒരു മുട്ടേച്ച് മാതാവ് എന്നുവെച്ചാൽ ഒരു വല്യമ്മനെ പോലെ ഇരിക്കണം. വർഷങ്ങളായിട്ടുണ്ടാവും ആ രൂപത്തിനിടെ പ്രാർത്ഥിച്ചിട്ട്. ഇവരെല്ലാവരും ഈ കഞ്ഞിപ്പെരുന്നാളിൻ്റെ ആൾക്കാരായിരുന്നു. അല്ലാതെ യഥാർത്ഥത്തിൽ ആഴമായ വിശ്വാസമുള്ളവർ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വലിയ സംഭവമാണ്. അവരാപ്പടെ ചെയ്യണ പരിപാടി അച്ഛനും കപ്പേരും ഒന്നും ഇല്ലാഞ്ഞ കാലം തൊട്ട് ചെയ്തുകൊണ്ട് അവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ടിരുന്നത് ഔഷധപിതാവിൻ്റെ കഞ്ഞിപ്പെരുന്നാളാണ്. ആ സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടും, കുറച്ച് വീഡിയോകൾ നടത്തും, ആൾക്കാർക്ക് ഒരു കഞ്ഞൊക്കെ വെച്ച് കൊടുക്കും. അങ്ങനെ പതുക്കെ വളർന്നു വന്നത് തെറ്റാണെന്ന് ഞാൻ പറയുകയില്ല. അവരെ വിശ്വാസത്തെ ഫോർമാറ്റ് ചെയ്ത രീതി അതാണ്.
അപ്പം ഞാൻ അവിടെ വന്നപ്പോഴും മാതാവിനോട് അത്രയ്ക്ക് ആഴമായ ബോധ്യമുള്ള ആൾക്കാരില്ല അവിടെ. അതുകൊണ്ട് തന്നെ ആ പള്ളി വീണു പോയത്. അല്ല, വീഴേണ്ട കാര്യമില്ല. കാര്യം പണി ചെയ്യാതെ സ്റ്റീവൻ പിതാവിനോടൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പിതാവ് പറഞ്ഞത്, ഒരു പള്ളി അങ്ങനെ വീഴേണ്ട കാര്യമില്ല, എന്നാണ് പിതാവിനോട് സംസാരിച്ചത്. അത് പിതാവിനറിയാതെ അത് അപ്പോഴേക്ക് മനസ്സിലായി ഇത് പള്ളി വീണത് എന്താണെന്നൊക്കെ. ഇവിടെ എന്ത് പ്രാർത്ഥന ഉണ്ടായിരുന്നു പറഞ്ഞാലും എന്ത് നിവേദനം ഉണ്ടായെന്ന് പറഞ്ഞാലും പണി നടന്നിട്ട് 6 മാസമായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ കടലാസ് കൂടെ നിന്ന് ഒരു മാതാവിനടുത്ത് വെച്ചിരിക്കണവർ, ഞാൻ അപ്പം തന്നെ മാതാവിനെ കയ്യോടെ എടുത്ത് സോറി പറഞ്ഞ് കയ്യോടെ എടുത്ത് ഞാൻ ഓട്ടോറിക്ഷ വെച്ച് നേരെ കാറ് വിളിച്ച് കാറിലാക്കി നേരെ ചമ്പക്കുളത്ത് കൊണ്ട് വെച്ചു. ആ ചേട്ടൻ എനിക്ക് പരിചയമുള്ളതാണ്. ഞാനെല്ലാം അവിടെ നിന്നാണ് ചെയ്യണം. ഞാൻ വെച്ചാൽ ഇതിങ്ങനെയും ഒട്ടേച്ച് മാതാവൊന്നുമല്ല, ഇത് വിശ്വാസമില്ലാത്ത ഒരാൾക്കടയ്ക്ക് ഒന്ന് എടുത്തുകൊണ്ട് വരികയാണ് ഞാൻ. അമ്മ സുന്ദരിയായിരിക്കണമെന്ന് പറഞ്ഞു. കാര്യം അമ്മ സുന്ദരിയാണെന്ന് എനിക്ക് നല്ല ശരിക്കറിയാം, ഞാനും നേരിട്ട് കണ്ട ആളാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു അമ്മ സുന്ദരിയാ, ഇത് സുന്ദരമാക്കി തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ എനിക്ക് ഒരു 3 മാസത്തിനുള്ളിൽ മാതാവ്, അതുവരെ ഞാൻ അനങ്ങാതെ നടന്ന് കുർബാനയും ചൊല്ലി പ്രാർത്ഥിച്ച് നടന്ന് മിണ്ടിയില്ല. മാതാവിനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടായി എന്നോട് ഞാൻ പറഞ്ഞു വെച്ച്, സാറ് ഡിക്സൺ സാറെന്ന് പറയപ്പോഴുണ്ട്, പക്ഷേ മാതാവിനൊക്കെ വെക്കണ്ടേ? ഞാൻ പറഞ്ഞു വെക്കണം, ഞാനൊരു ജരോള വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ സാറേ ഞാൻ ഉദ്ദേശിക്കുന്ന ജരോള ഈ മരത്തിൻ്റെ തരം ജരോള അല്ല, ഞാൻ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, കംപ്ലീറ്റ് നിറച്ച് ഗ്ലാസ് കെട്ടി തിളഞ്ഞിക്കണം, അമ്മ ഇതിൻ്റെ തിരുന്ന കിലിങ്ങണമെന്ന് പറഞ്ഞു. അത് കുറേ കാശാവെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കാശപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, പക്ഷേ സാറ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് സന്തോഷമായി. സാറ് ഞാൻ ചെയ്തുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് അവിടെ പോയി ഒരു സ്റ്റീലിൻ്റെ ജരോള അടിപൊളി സ്റ്റീലിൻ്റെ, അതൊരിടത്തും ഇല്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്നതാണത്, സ്റ്റീൽ കൊണ്ട് ജരോള ഉണ്ടാക്കാമെന്ന്, സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട്. അപ്പോൾ ജരോള ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മയെ പ്രതിഷ്ഠിച്ച് പിന്നെ എല്ലാ ദിവസവും ദിവകുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട്, അധികം ആൾക്കാരില്ല, ഞാനൊരു 10 പേര്, പ്രത്യേകിച്ച് കരിസ്മാറ്റിക്കാർ, അവർ മറ്റുള്ളവരെ പോലെ അല്ല, ആന്തരിക പ്രാർത്ഥനയുള്ളവരാണ്, പ്രാർത്ഥനയ്ക്ക് അഭിഷേകമുള്ളവരാണ്. അപ്പം അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുടുംബത്തിന്, കരിസ്മാറ്റിക്കാരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത വെച്ചാൽ അവരുടെ പല പ്രാർത്ഥനയും കുടുംബത്തിന് വേണ്ടി, അവരുടെ വയറ്റിപ്പിഴപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ല, അവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതാണ് വിഷയമെന്ന് പറയുന്നത്. ചില കരിസ്മാറ്റിക്കാരൊക്കെ ഭയങ്കര എന്താണ് വൈക്ലഭ്യമാണ്. ഒരു വൈക്ലഭ്യത്തിനൊരു കഥയില്ല. അവർ അതായത് അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പലത്. നമ്മുടെ പ്രാർത്ഥന, എൻ്റെ മകള്, എൻ്റെ പേരക്കിടാവ്, എൻ്റെ ഭർത്താവൊക്കെ ആയിരിക്കും നമ്മുടെ പലരുടെയും പ്രാർത്ഥന. ഇതിങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ശക്തി തന്നെ പോയി കാണും. നിങ്ങളെ കാണുമ്പോൾ ദൈവത്തിന് പേടിയാണ്. അതേ പണ്ടാരം മന്നുണ്ട് സ്വന്തം കാര്യം പറയാൻ വേണ്ടിയെന്ന്. വർഷങ്ങൾ, അതായത് ഒരിക്കലും ദൈവത്തിന് സ്വന്തം കാര്യം അല്ലാതെ വേറെ ആരുടെയും കാര്യം പറയത്തില്ല. പക്ഷേ കരിസ്മാറ്റിക്കാർ അങ്ങനെയല്ല. ഞാനീ 10-35 കൊല്ലം ഇവരുടെ പ്രാർത്ഥന കൂടുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവർ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് അപ്പോസ്തലന്മാരെ പോലെ. സഭ എവിടെയെല്ലാം പീഡിത സഭയുണ്ട് അവിടെയെല്ലാം അവർക്ക് വേണ്ടി അതിനെക്കുറിച്ച് എല്ലാവർക്കും വേവലാതിയാണ് ഭയങ്കര. അത് ദൈവത്തോട് കണ്ണീരോടെ പ്രാർത്ഥിക്കും. അത് 1-2 മണിക്കൂറല്ല, 3-4 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ഞാനവിടെ ചെന്ന് 3 മാസത്തിനുള്ളിൽ പ്രാർത്ഥന വരവുള്ള എല്ലാവരും നോക്കി. അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, മക്കളെ നിനക്ക് പ്രാർത്ഥന വരമുണ്ട്, നിനക്ക് നല്ലവണ്ണം അറിയാം. കാര്യം വർഷങ്ങളായിട്ട് ശുശ്രൂഷയുള്ള ആൾക്കാരാണ്. ഞാൻ ഈ പള്ളി പണി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അമ്മനെ താഴെ എഴുന്നള്ളിച്ച് തരാം, അമ്മയെ പ്രതിഷ്ഠിച്ച് തരാം. പിന്നെ അവരൊരു പ്രാർത്ഥന തുടങ്ങി. എൻ്റെ ദൈവമേ, ഒരു 3-4 അപ്പം ഞാൻ പള്ളി പിടിച്ച് പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കും. അതാണ് ദൈവം, ഞാൻ നിങ്ങളുടെ മുമ്പ് 5 പൈസ ചോദിക്കത്തില്ല, ദൈവം നിങ്ങളുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞു. അമ്മ എനിക്കൊന്ന് നോട്ടാണ്. കാര്യം ഇവിടെ ഒരു പ്രാർത്ഥന തുടങ്ങിയപ്പോഴേ വിഷയന്മാരെ ഇപ്പം ലപ്പാൻ്റെ കടലിടുക്കിൽ കാറ്റ് മാറി വീശെന്ന് പറഞ്ഞ പോലെ ഒരു മാറി വീശലാണ് നടക്കുന്നത്. അതായത് അപ്പോൾ പറഞ്ഞ ഒരു പരിച്ഛേദന സഹോദരൻ, അച്ഛാ
8 കൊല്ലം വേണ്ടി ഞാൻ കേസ് പറയണതാണ്. ഒരു 1.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് വരാനുള്ളതാണ് ഗവൺമെൻറ്റിൽ നിന്ന്. ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഞാൻ ആ കേസും വിട്ട് ഇപ്പോൾ 8 കൊല്ലത്തിനുള്ളിൽ ഇപ്പം എന്നെ വിളിച്ച് കാച്ചു തന്നിരിക്കണേ. അപ്പം എനിക്ക് തോന്നി, അച്ഛൻ പള്ളി വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുമെന്ന്. അപ്പം അമ്മ തന്നെയാണ് ഈ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓഹരി എന്ന് പറഞ്ഞു. ഇതോടുകൂടി പല ആൾക്കാരും അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടത്തില്ലാത്ത പല കാശുകളും കിട്ടാനും പുതിയ വരുമാനം മാർഗം കിട്ടാനൊക്കെ തുടങ്ങി. ജനങ്ങൾ ഇങ്ങനെ എനിക്ക് 5 വീതം ഇരിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾ തന്നെ കാശ് ഇങ്ങനെ കൊണ്ടു തരാൻ തുടങ്ങി. അതനുസരിച്ച് നമ്മൾ പണി തുടങ്ങാൻ പഠിക്കും. പ്രഭാന്ന് അവസാനം ചെന്നപ്പോൾ കുറേ വിഷയം വന്നപ്പോൾ ഒന്ന് ഹാൾട്ടായി നിന്ന്. അപ്പം ഞാൻ കുറച്ച് സോഡതി അടിച്ച് കൈ കൊടുത്തു. സോഡതി അടിച്ച് കൈ കൊടുക്കുന്നത് വെറുതെ കൊടുക്കണമല്ല, ഞങ്ങളെല്ലാം കൂടി വെറുതെ എല്ലാവരെയും ഇങ്ങനെ ടിക്കറ്റും കൊടുത്ത് വിടത്തില്ല. കർത്താവ് കൂടെയുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരെ മാത്രം മാറ്റി നിർത്തി പ്രാർത്ഥിച്ച് നിങ്ങൾ പോയാൽ മതി, അറിയാൻ പാടാതെ വഴി കൂടി പോയിക്കോ, മാതാവ് വഴി കാത്തു നിന്ന് നിങ്ങളെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പോയ സമയത്ത് ഒരു ചേട്ടത്തി വന്നു ചെന്ന് വെച്ചാൽ ഞങ്ങൾ മുഖമ്മേ പോയി ഈ സമ്മാന ടിക്കറ്റ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ചേട്ടൻ കുറേ ടിക്കറ്റ് ഞങ്ങൾക്ക് നേടും. അപ്പോൾ ഒരു ചേട്ടത്തി അതാണ് ഒരു വലിയ വെച്ച് ഞങ്ങളെ പള്ളിക്ക് പിരിവാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പുറകെ ഓടി വന്നാന്ന് പറഞ്ഞു. ഞങ്ങളുടെ പുറകെ ഓടി വന്ന് വെച്ചാൽ പുറകെ ഓടി വന്ന് നിങ്ങൾ പള്ളിയുടെ പിരിവിനടക്കയില്ലേ, ഞാൻ ആളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒരു ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. ഇവർ പള്ളിയുടെ പിരിവിന് വേണ്ടി വന്നിരിക്കുന്നതാണ്, എന്നാ വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പരിചയപ്പെടി മുഹമ്മദല്ലേ, നിങ്ങളെവിടെത്തുകാരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ വലിയ കരയിൽ നിന്ന് വരികയാണ്. അപ്പോഴേ എവിടെ പറയാ പണിയൊക്കെ എന്ന് ചോദിച്ചു. അപ്പോഴേ പണിയൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, ഞാനൊരു ദിവസം വന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോഴൊരു അച്ഛൻ വന്നതിനെ കണ്ടു, എന്നെ വികാരിച്ചനെ കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞു, അച്ഛാ പെയിൻറ്റ് ചെയ്യാൻ 50 രൂപയാകും. ഞാൻ പറഞ്ഞു ഒരു 4 ലക്ഷം രൂപ വരും. ഓക്കെ, ഞാൻ പെയിൻറ്റ് ചെയ്ത് തന്നോളാം. ഇതിങ്ങനെ ഈ വിഷയം പണം പോക്കണ്ട. ഈ മുഹമ്മയിലെ ആളെ നമുക്കറിയത്തില്ല, അയാളിവിടെ വന്നിട്ടില്ല ഒരിക്കലും. എവിടെയാണ് ഇതൊക്കെ ഇരിക്കണത്? ഈ കൊന്തമ്മയുടെ അകത്തിരിക്കണതല്ല. അതായത് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ആ പള്ളി പെയിൻറ്റ് ചെയ്യണ ആൾക്കാരും ബാക്കിയുള്ള എല്ലാ ഈ കൊന്തമ്മയുടെ അകത്തേക്ക് ഞങ്ങളെന്താ ചെയ്യണത്? ദീർഘമായി എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് മാതാവിനെ പെയിൻറ്റ് വെച്ച് നിറച്ച് പൂവും വെച്ച് തിരിയും കത്തിച്ചിട്ട് ജപമാല ചെല്ലും. എവിടെയെല്ലാം എന്തെല്ലാം ആരെല്ലാം ഉണ്ടെന്നോടെല്ലാം അമ്മയ്ക്കറിയാം. അവസാനം ഈ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞു, പൈസ ബാക്കിയുമായി. പറഞ്ഞൊക്കെ കൂടുതൽ കാര്യങ്ങളും ചെയ്ത് പൈസ ബാക്കിയുമായി. എന്നുവെച്ചാൽ ഞാൻ ഇതിൻ്റെ നിങ്ങൾ പറയുന്നറിയാവോ, നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റണില്ല, അടുക്കള പണിയാൻ പറ്റണില്ല, ഒരു അടുക്കള തന്നെ പണിയാൻ ഒരു മാർഗവും കാണുന്നില്ലെന്ന് പറഞ്ഞില്ലേ. മാർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ തന്നെയാണ് മാർഗം. അത് അടക്കം ചെയ്തിരിക്കുന്നത് ജപമാലയിലാണ്. നീ അത് ശക്തമായി ഞങ്ങൾ പലയിടത്തും കൃപാസനം അഖണ്ഡ ജപമാല കൊടുത്തു വിട്ടിട്ടുണ്ട് 1000 മണിയുടെ. എന്തിനാണ് അത്? സ്വിറ്റ്സർലൻഡും വത്തിക്കാൻ വരെ ജപമാല അഖണ്ഡ ജപമാല കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകണമെങ്കിൽ ചിലപ്പോൾ ഈ 53 മണിക്കൂർ ജപം കൊണ്ട് താങ്ങത്തില്ല. അപ്പോൾ അത് ഡബിൾ ചെയ്ത് ഇരട്ടിയായിട്ട് ആ വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. കാര്യം നമ്മളും ഇപ്പോൾ ഒരു 53 മണി ജപം ചെയ്യണം, ഞങ്ങൾക്ക് ഒരു വലിയ വിശ്വാസിയാകണമെന്നൊരു നിർബന്ധമില്ല. അതിങ്ങനെ പാരമ്പര്യം വഴി ഞാൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കണ്ണ് അടച്ചു വെച്ചവനും ചെയ്യത്തില്ലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ, അങ്ങനെ ചെല്ലിപ്പോണ ആൾക്കാരാണ്. പക്ഷെ 2 ജപമാലകളുടെ 3 ജപമാലകളുടെ 4 ജപമാലകളുടെന്ന് പറയുമ്പോൾ ഭക്തിയും വിശ്വാസവും ഉള്ളവർ മാത്രമേ അവിടെ നിലനിൽക്കത്തുള്ളൂ. അപ്പോൾ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയുടെ വോളിയം കൂട്ടിയാൽ മതി. നമ്മൾ പ്രാർത്ഥനയുടെ വോളിയം കൂട്ടണം. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നമ്മൾ വിശ്വാസികളാണെന്ന് മനസ്സിലാകും. വിശ്വാസികളാണ്. ഇനി ഇവന് ഇത് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇവനെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, ഇവൻ്റെ സ്നേഹത്തിൻ്റെ കുഴപ്പമുണ്ടാകത്തില്ലെന്ന് ദൈവത്തിന് എന്നാണ് തോന്നണത് അന്ന് നീ ക്രിസ്ത്യാനിയായിരിക്കും. ഇപ്പം ഇവന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവന് ജോലിയോ വീടോ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവൻ്റെ സ്നേഹത്തിൻ്റെ കുഴപ്പമുണ്ടാകത്തില്ലെന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ നിനക്ക് നിത്യതയ്ക്ക് വരെ
ചോദ്യം ഉണ്ടാകത്തില്ല. ഈ ഭൂമി വെച്ച് തന്നെ നമുക്കിത് ഉറപ്പാക്കാം. കാര്യം ഇവിടുത്തെ മെയിൻ പ്രശ്നം സ്നേഹമാണല്ലോ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്നിട്ട് എന്താ പൗലോസ് പറഞ്ഞത്? സ്നേഹം മാത്രം എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ഈ വിഷയമൊന്നും നിനക്ക് തന്നില്ല, ജോലി തന്നില്ല, വീട് തന്നില്ല, ഉദ്യോഗം തന്നില്ല, രോഗസൗഖ്യം നടന്നില്ല, എന്നിട്ട് നീ ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നീ ഫുൾ സ്വിങ് ആയിട്ട് ക്രിസ്ത്യാനിയായിരിക്കണത്. അപ്പോഴാണ് ദൈവഭക്തരായിരിക്കണത്. അപ്പോഴേ നിനക്ക് ധൈര്യമായിട്ട് ഈ നിത്യത വരെ നിനക്ക് ഓഹരിയാകും. ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ ഓർക്കുക, എല്ലാം ജവന്മാരുടെ ഉള്ളിലുണ്ടെന്ന്. അത് പുറത്തെടുക്കാനുള്ള വിശ്വാസവും പ്രത്യാശയും ദൈവസ്നേഹവും പരിശുദ്ധമ്മ നിങ്ങൾക്ക് നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.